8ാമത്തെ ചാപ്റ്റർ സോളിഡ്സ് ആണ് ഇന്ന് എടുക്കുന്നത്. എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ഇതാണ് സ്ക്വയർ പിരമിഡ്. ഘനരൂപങ്ങൾ എന്നാണ് പറയുന്നത് മലയാളത്തിൽ. സോളിഡ്സിന് പറയുന്നത് എന്താണ്? ഘനരൂപങ്ങൾ. അപ്പൊ ഇതിന്റെ ഈ ഏറ്റവും മുകളിലത്തെ ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? അപ്പെക്സ് എന്നാണ് വിളിക്കുന്നത്. ആ ഭാഗത്ത് വിളിക്കുന്ന പേരാണ് അപ്പെക്സ്. താഴെ നോക്കിയേ, ഈ ബേസ് നിങ്ങൾക്ക് എന്തായിട്ടാ തോന്നുന്നത്? സ്ക്വയറാ. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നത് എന്തെന്നാ? സ്ക്വയർ പിരമിഡ് എന്നാ വിളിക്കുന്നത്. മുകളിലേക്ക് 4 ട്രയാങ്കിളാ. 1, 2, ഈ സൈഡിൽ 3, ഫ്രണ്ടിൽ 4. അങ്ങനെ 4 ട്രയാങ്കിളാണ് ഫ്രണ്ടിലുള്ളത്. അതല്ലേ കാണുന്നേ? അതില് ഈ സൈഡിനെ വിളിക്കുന്നതാണ് എന്ത്? ലാറ്ററൽ എഡ്ജ്. എന്താ വിളിക്കുന്നത്? ലാറ്ററൽ എഡ്ജ് എന്നാ വിളിക്കുന്നത്. ലാറ്ററൽ എഡ്ജ്. താഴെ ഈ സ്ക്വയർ രൂപത്തിലുള്ളതിനെ വിളിക്കുന്ന പേരാണെന്ത്? ബേസ്. എന്താണ്? ബേസ്. അതിന്റെ ഈ വക്കിനെ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ബേസ് എഡ്ജ് എന്നാ വിളിക്കുന്നത്. എന്താ വിളിക്കുക? ബേസ് എഡ്ജ്. ഇത് എന്താണ്? ബേസ് എഡ്ജ്. ഇത് എന്താണ്? ബേസ് എഡ്ജ് ആണ്. ഇവിടെ ഒരു ചെറിയ ചരിവുണ്ടല്ലോ, ഈ ചരിവ്. ഇവിടുത്തെ ഈ ഹൈറ്റിനെ ഈ ഹൈറ്റിനെ വിളിക്കുന്ന പേരാണ് ഈ ഹൈറ്റ്. ഈ ട്രയാങ്കിളിനെ ചരിവുണ്ടല്ലോ, ആ ഹൈറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ലാന്റ് ഹൈറ്റ്. എന്താ വിളിക്കുന്നത്? സ്ലാന്റ് ഹൈറ്റ്. സ്ലാന്റ് ഹൈറ്റ്. ഇനിതാ ഈ അപ്പെക്സിൽ നിന്ന് താഴെ ഇങ്ങോട്ട് മുട്ടുന്ന ഒരെണ്ണമുണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങോട്ട് ആണ്ട ഇത് ഈ താഴോട്ട് വന്ന് തട്ടുന്ന ഇതെന്താണ്? ഹൈറ്റ്. ഇതെന്താണ്? ഹൈറ്റ്. ഇതാണ് ഹൈറ്റ് കേട്ടോ. ഹൈറ്റ് ആണ്. ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം. ഇതിന്റെ പേരെന്താണ്? സ്ക്വയർ പിരമിഡ്. എന്താണ്? സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ സ്ക്വയർ എന്തുകൊണ്ടാണ് സ്ക്വയർ പിരമിഡ് എന്ന് വിളിക്കുന്നത്? അതിന്റെ ബേസ് എന്താണ്? സ്ക്വയർ പോലെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? സ്ക്വയർ പിരമിഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ബേസ് മാറുന്നതനുസരിച്ച് അപ്പൊ അതിന്റെ പേര് എന്ത് ചെയ്യും? പിരമിഡിന്റെ പേര് മാറും. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? നിവർത്തിച്ചു. ആ 4 ട്രയാങ്കിളിനെ ഒന്ന് നമ്മൾ എന്ത് ചെയ്തു? പിരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് പിരിച്ചു. നോക്കി ഉണ്ടോ? അപ്പൊ തുറന്നു, ഓപ്പൺ ആയപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? എല്ലാം കാണാൻ പറ്റി. ഇനി എന്നൊന്ന് പറഞ്ഞേ, ഇനി ഓപ്പൺ ആക്കി വെച്ചാൽ ഇതെന്താണ്? സ്ക്വയർ അല്ലേ? ഈ സൈഡ് എന്താ വിളിക്കുക? ബേസ് എഡ്ജ്. ഉണ്ടോ? തുറന്നു വെക്കുമ്പോഴേ നമ്മൾ മറന്നു പോകും. അപ്പൊ ഇതെന്തായിരിക്കും? ഇതെന്താ? എന്താ അത്? സ്ലാന്റ് ഹൈറ്റ്. എന്താണ്? സ്ലാന്റ് ഹൈറ്റ്. എല്ല്. ഈ ലാറ്ററൽ എഡ്ജിനെ ഇ എന്നാ പറയുന്നത്. ഈ ബേസ് എഡ്ജിനെ എ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? എല്ല്. കണ്ടോ, ഇങ്ങനെ ചരിവല്ലേ ഇത്? അല്ലയോടാ, ഇത് ട്രയാങ്കിൾ അല്ലയോടാ. ഈ ട്രയാങ്കിളല്ലേ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നേ അല്ലേ? അപ്പൊ ഈ നടുക്കൂടെ വരുന്ന ഹൈറ്റ് അല്ലേ ഇതെന്ന് പറയുന്നത്? മനസ്സിലായോ? ഇതെന്താ? അതെന്താണ്? ലാറ്ററൽ എഡ്ജ് ഇ അല്ലേ? അപ്പൊ സ്ലാന്റ് ഹൈറ്റ് ആയി, ലാറ്ററൽ എഡ്ജ് ആയി, ബേസ് എഡ്ജ് ആയി. മനസ്സിലായോ? അവിടെ നമുക്ക് ഇനി ഹൈറ്റ് എടുക്കണോ? വേണ്ട. ഹൈറ്റിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പൈതഗോറസ് തിയറം. അറിയാലോ? അതേ ഇക്വേഷൻ ഇവിടെ പഠിച്ചാൽ മതി. നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല. ഇവിടെ നോക്കി, ഇതൊരു ട്രയാങ്കിൾ അല്ലേ? ഈ സ്ലാന്റ് ഹൈറ്റും ഈ ബേസ് എഡ്ജും ഇതും കൂടി ചേരുന്ന എന്താണ്? ഒരു ട്രയാങ്കിൾ അല്ലേ? ഞാൻ ഈ ഒരു ട്രയാങ്കിളിനെ മാത്രം ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. എല്ലാവരും അത് മനസ്സിലാക്കണം. ഞാൻ പറയുന്ന ഓരോ കാര്യവും ശ്രദ്ധിക്കുക. ഈ ട്രയാങ്കിൾ ഉണ്ട്. എത്ര ട്രയാങ്കിൾ ഉണ്ട് മുകളിൽ? എത്ര എണ്ണം ഉണ്ട്? 4. അതിലൊരു ട്രയാങ്കിളിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് വരയ്ക്കുകയാണ്. ഇങ്ങോട്ടൊന്ന് വരച്ചു ഈ ട്രയാങ്കിളിനെ വരച്ചേ. അതിൻ്റെ ഇതെന്താണ്? ഇതെന്താണ്? സ്ലാന്റ് ഹൈറ്റ്. എന്താണ്? സ്ലാന്റ് ഹൈറ്റ്. ഹൈറ്റ് ആണോ അത്? അല്ല, സ്ലാന്റ് ഹൈറ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇതെന്താണ്? ബേസ് എഡ്ജ്. അപ്പൊ ഇത് എ.
അല്ലേ? ഇതെന്താണ്? എ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ടായിട്ട് മുറിച്ചാൽ ഇതെന്തായിരിക്കും? a/2. ഇത് എന്തായിരിക്കും? a/2 പകുതി. അങ്ങനെയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരെന്താ? ലാറ്ററൽ. ഇതെന്താണ്? സ്ലാന്റ്. സെറ്റ് ആണ് ഇത്. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഈ ട്രയാങ്കിളിനെ നടുക്കൂടെ നമ്മൾ ഈ സ്ലാന്റ് ആയിട്ട് കൊടുത്തപ്പോൾ ഇതെന്താ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയി പോയില്ലേ? ഈ ട്രയാങ്കിളിനെ നമ്മൾ ഈ മേലിലത്തെ ഒരു ട്രയാങ്കിളിനെ എടുത്ത് താഴോട്ടൊന്ന് വരച്ചു. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? അവിടുന്ന് ഈ സ്ലാന്റ് ഹൈറ്റ് കൊടുത്തു. സ്ലാന്റ് ഹൈറ്റ് കൊടുത്തപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു 90 ഡിഗ്രി കിട്ടി അല്ലേ? അപ്പൊ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് കിട്ടിയില്ലേ? ഇനി ഞാൻ ഈ ഭാഗത്തിനെ മാത്രം ഞാൻ ഇങ്ങോട്ടൊന്ന് എടുത്ത് വരയ്ക്കുകയാണ്. ഏത് ഭാഗത്തിന്? ഈ സ്ലാന്റ് ഹൈറ്റ് ഉൾപ്പെടെയുള്ള ഭാഗം. ഇങ്ങനല്ലേ കിടക്കുന്നത്? ഇതെന്താണ്? സ്ലാന്റ് ഹൈറ്റ്. ഇതെന്താണ്? എഡ്ജ്. ഇതെന്താണ്? a/2 അല്ലേ? ആ ഒരു ഭാഗത്തിന് മാത്രം. ഇതൊന്ന്, ഇത് രണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗത്തിന് ഞാൻ എടുത്ത് ഇങ്ങോട്ട് വരച്ചു, അല്ലെ രണ്ടാമത്തെ ഭാഗത്തിന് അവർ മുറിച്ച് ഇങ്ങോട്ട് മാറ്റി. ക്ലിയർ അല്ലേ ഇത്? അല്ലേ? ഇനി ഇവിടെ നമ്മൾ ഇക്വേഷൻ എഴുതാൻ പോവുക. ഇവിടെ നമുക്ക് ആദ്യം ഇ കിട്ടണം. എന്ത് കിട്ടണം? ഇ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ, ഇ കണ്ടുപിടിക്കാൻ. ലാറ്ററൽ എഡ്ജ് അല്ലേ ഇ എന്ന് പറയുന്നത്? എഡ്ജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞേ. ഹൈപ്പോട്ടീനിയസിലല്ലേ കിടക്കുന്നേ? അല്ലേ? നമ്മളവിടെ എന്തുവാ ഹൈപ്പോട്ടീനിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്തുവാ പഠിക്കുന്നത്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണല്ലോ. ഇവിടുത്തെ ബേസ് ആരാ? a/2. അപ്പൊ നമ്മൾ എന്ത് എഴുതും? a/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് l സ്ക്വയർ. വെരി ഗുഡ്. നിങ്ങൾ പഠിച്ചല്ലോ. അത്രേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ, എല്ല് കണ്ടുപിടിക്കാൻ എന്തായിരിക്കും ഇക്വേഷൻ? എൽ എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞേ, റൂട്ട് ഹൈപ്പോട്ടീനിയസ്. ഹൈപ്പോട്ടീനിയസ് എന്ന് പറഞ്ഞാൽ ആരാ? ഇ സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ. സംഭവം കഴിഞ്ഞു കണ്ടോ? അപ്പൊ ഇതാണ് ഇതിൽ നിന്ന്, ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള. ഈ ചോദിച്ചാലും എല്ല് ചോദിച്ചാലും ഇക്വേഷൻ ഇതാ. ഇതേപോലെ ഈ ഭാഗം ഒന്ന് മുറിച്ച്, ഞാൻ ഓരോന്നും മുറിച്ച് തന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? അങ്ങ് ഇതേപോലെ മനസ്സിലാക്കണം ഈ ഭാഗം. ക്ലിയറാ? ഇനി സ്ക്വയർ പിരമിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഏതിന്റെ? സ്ക്വയർ പിരമിഡിന്റെ എന്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? ടോട്ടൽ സർഫസ് ഏരിയ. എന്താ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ? അതിന്റെ മൊത്തത്തിലുള്ള അതിന്റെ സർഫസ് ഉപരിതലത്തിന്റെ അളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ TSA എന്ന് പറയും. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ TSA കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള അളവ്. മൊത്തത്തിൽ ഏതൊക്കെയാ ഉള്ളത്? സ്ക്വയറും ഉണ്ട്, 4 ട്രയാങ്കിളും ഉണ്ട്. സ്ക്വയറും ഉണ്ട്. അപ്പൊ ആദ്യം സ്ക്വയറിന്റെ അളവ് എടുക്കണം. സ്ക്വയറിന്റെ അളവ് എന്താ? ഏരിയയുടെ അളവ് എന്തുവാ? a സ്ക്വയർ പ്ലസ് പിന്നെ ഏത് കൂട്ടണം? 4 ട്രയാങ്കിളിന്റെ അളവ്. 4 ട്രയാങ്കിളിന്റെ അളവും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 2AL. എന്ത് കിട്ടും? 2AL. അപ്പൊ ഇക്വേഷൻ എന്താ? a സ്ക്വയർ പ്ലസ് 2AL. a സ്ക്വയർ പ്ലസ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് നിന്ന് പഠിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു. ഇനി നമുക്കറിയാം പൈതഗോറസ് തിയറം അറിയാം, ഈ ട്രയാങ്കിൾ എഴുതാൻ അറിയാം, അറിഞ്ഞൂടെ? അതേപോലെ എല്ലും ഇയും കൊടുക്കാൻ അറിഞ്ഞൂടെ? പിന്നെ ഇക്വേഷൻ കാണാൻ പഠിക്കണോ? ഈ സ്ക്വയർ, എൽ സ്ക്വയർ, a/2 സ്ക്വയർ എന്നൊന്നും പഠിക്കണ്ട. ഇത് ഈ ഒരു മെത്തേഡ് അങ്ങ് ഉപയോഗിച്ച് നിങ്ങൾ അങ്ങ് മനസ്സിലാക്കി പഠിച്ചാൽ ഒരു കൺഫ്യൂഷനും നിങ്ങൾക്കില്ല. ഉണ്ടോ? ഇവിടെ നോക്കിയേ, ഇതെന്താണ്? ഹൈറ്റ് അല്ലേ? ശ്രദ്ധിക്കണല്ലേ? ഇതെന്താണ്? ഹൈറ്റ്. ഇതെന്താണ്? സ്ലാന്റ് ഹൈറ്റ്. ഞാൻ അതിനെ ഒന്ന് ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇതെന്താണ്? ഹൈറ്റ്. ഇതെന്താണ്? സ്ലാന്റ് ഹൈറ്റ്. നേരത്തെ നമ്മൾ വരച്ചത് ഈ ഒരു ഭാഗത്തെ ആയിരുന്നു അല്ലേ? അപ്പൊ ഇത് സൈഡിലോട്ട് കൊടുക്കുക. ഹൈറ്റ് ആണ്. ഇതെന്താണ്? സ്ലാന്റ് ഹൈറ്റ് ആണ്. ഇനി ഇതിനെ തമ്മിൽ ഇങ്ങോട്ട് ഞാനൊന്ന് ബന്ധിപ്പിച്ചാൽ ഈ സ്ലാന്റ് ഹൈറ്റും കൂടി ഞാൻ എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിച്ചു. അതൊന്ന് ബന്ധിപ്പിക്കട്ടെ. ബന്ധിപ്പിച്ചു. അപ്പൊ നമുക്ക് ഈ ഭാഗം എന്തായിരിക്കും? ഇത് എന്തായിരിക്കും? a/2 തന്നെ. മാറ്റം ഉണ്ടോ? കാരണം ഈ ബേസിന്റെ ഈ നടുക്ക് ഭാഗമല്ലേ ഇത്. അപ്പൊ ഈ ഭാഗം എന്ത് തന്നെ ആയിരിക്കും? a/2 തന്നെ ആയിരിക്കും. അതിനകത്ത് മാറ്റം വരുത്തില്ല. കണ്ടോ? ഇനി ഇവിടെ ഹൈറ്റ് ചോദിച്ചാലുള്ള ഇക്വേഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞേ. ഹൈറ്റ് ചോദിച്ചാലുള്ള ഇക്വേഷൻ h is equal to root L square minus a/2 the whole square. ഉണ്ടോ? ഇതൊക്കെ കാണാൻ പഠിക്കണോ? ഈ ഫിഗർ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയല്ലോ. ഇതേപോലെ ഒന്ന് എഴുതിയിട്ടാ പഠിച്ചൂടെ? ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? ഹൈറ്റും
ബേസും ഈ സ്ലാൻഡ് ഹൈറ്റും കൂടി ചേർത്തെടുക്കും. നേരത്തെ വരച്ച എന്തായിരുന്നു നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ലാറ്ററൽ ആയിട്ടുള്ള ആ മുഖം ഉണ്ടല്ലോ, അതാണ് ഏത് ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിനെയാണ് നമ്മൾ നേരത്തെ വരച്ച് കണ്ടുപിടിച്ചത്. കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? പറഞ്ഞ കാര്യം ഇതെന്താണ്? a/2. ഇതെന്താണ്? എന്താണ് ഇത്? a/2. ഇതെന്താണ്? ഇതെന്താണ്? L. അങ്ങനല്ലേ ആക്കിയത്? കാരണം ഈ ട്രയാങ്കിളിനെ ഈ ഭാഗം എന്താണ്? L ആണ്. ഈ മൂലയ്ക്കത്തെ ഭാഗം എന്താണ്? E ആണ്. ഇതെന്താണ്? a/2 ആണ്. ഇനി ഹൈറ്റുമായി ബന്ധപ്പെട്ട ആ ട്രയാങ്കിളിനെ, ആ ഡോട്ട് ഇട്ടിരിക്കുന്ന ട്രയാങ്കിൾ കാണുന്നുണ്ടോ? അതിനെ എടുക്കുവാണെങ്കിൽ എന്ത് വരും? അത് ഹൈറ്റ് ആണ്. കണ്ടോ? ഈ ഭാഗം എന്താണ്? a/2 ആണ്. ഈ ഭാഗം എന്താണ്? സ്ലാൻഡ് ഹൈറ്റ് ആണ്. കണ്ടോ? അതിനെ എടുക്കുമ്പോൾ ഇക്വേഷൻ എന്ത് കിട്ടും? ഹൈറ്റിന്റെ ഇക്വേഷൻ. ഹൈറ്റുമായി ബന്ധപ്പെട്ട് L കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് എന്തായിരിക്കും ഇക്വേഷൻ എന്ന് പറഞ്ഞ്? L കണ്ടുപിടിക്കുകയാണെങ്കിൽ റൂട്ട് h² പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ. കണ്ടോ? ഇവിടെ എല്ലിന് വരെ എന്തായിരുന്നു? ഇയർ. അപ്പൊ അതും വെച്ച് കണ്ടുപിടിക്കാം. h ഉണ്ടെങ്കിൽ അതും വെച്ച് L എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കൺഫ്യൂഷൻ ആവണോ? തലേ കൈവച്ചിരിക്കേണ്ട പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതി. എന്തുവാ? ഈ ട്രയാങ്കിളും പഠിച്ചാൽ മാത്രം മതി. അതങ്ങോട്ട് എടുത്ത് എഴുതിയിടുക. ബാക്കി നിങ്ങൾക്ക് അറിയാം, പൈതഗോറസ് വെച്ച് കണ്ടുപിടിക്കുക. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലുള്ള മുഖങ്ങൾ ഏതൊക്കെയാ? എന്തുവാ മുഖം? ട്രയാങ്കിൾ അല്ലേ? 4 മുഖങ്ങളല്ലേ ഉള്ളത്? അതാണ് അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ, അതിന്റെ ട്രയാങ്കിളിന്റെ മൊത്തത്തിലുള്ള. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യണം? എത്ര എണ്ണം ഉണ്ട് അത്? മൊത്തം 4 എണ്ണം. 4 കൊണ്ട് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്താൽ മാത്രം മതി. മനസ്സിലായ? ഇൻറ്റു ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ. സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. സ്ക്വയർ പിരമിഡിന്റെ വോളിയം കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ. എന്താണ് സ്ക്വയർ പിരമിഡിന്റെ വോളിയം? വോളിയം കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വോളിയം അല്ലെങ്കിൽ V is equal to എന്താണെന്ന് അറിയാം? 1/3 a² x. എന്താണ്? 1/3 a² x. ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കണം. 1/3 a² x. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് ആകുമ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് സ്ക്വയർ പിരമിഡിന്റെ ഫസ്റ്റ് സെറ്റ് റെഡിയാവും. പഠിച്ചൂടെ?